ഞാൻ അറിഞ്ഞു ഞാനിത് എലൈറ്റഡായി, എനിക്ക് സത്യം അറിഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷേ നമുക്കതിനെ ചോദ്യം ചെയ്യാം. ഒരു മനുഷ്യൻ്റെ തോന്നലാണെങ്കിലോ, ഒരു തോന്നലാണെങ്കിലോ അവനൊരു അലോസിനേഷൻ സംഭവിച്ചാണല്ലോ എന്ത് ചെയ്യും? ഈ സെൽഫ് ഒന്നേ ഉള്ളൂ, എന്താ പറയുക, ആനന്ദം ഒരു അനുഭൂതിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പലർക്കും സ്പിരിച്വലി ഇറങ്ങുന്നവർക്ക് ഒരു സൈക്കിക് സ്ട്രേറ്റ് ആ ഒരു തലങ്ങളെ സംഭവിക്കുന്നുമുണ്ട്. എന്നാൽ ഗുരു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഗുരുവിൻ്റെ ഉള്ളിൽ അറിഞ്ഞ തിരിച്ചറിവിനെ അത് നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ കഴിയും. അത് എങ്ങനെ സാധിക്കും? അതാണ് ദീക്ഷ. ചിലവരെന്നോട് ചോദിക്കും, ഗുരുജി അതവരെ അങ്ങനെ അവർക്ക് പറഞ്ഞ് അവരതിനോട് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അതൊക്കെ ഒരു സൈക്കോളജി രീതിയാണോ, അതൊക്കെ ഒരു സൈക്കാട്രി അല്ലെങ്കിൽ എന്തൊരു ഹിപ്പോട്ടിസം രീതിയിലാണോ ഇതൊക്കെ നമ്മൾ അവരുടെ കണ്ണിന് ആനന്ദം വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നത്? നോക്കൂ, അങ്ങനൊന്നുമല്ല. ഒരു ഗുരു ഒരു പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയിൽ സമാധി സ്ഥിതിയിലാണ്. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് 1 മണിക്കൂർ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുമായി ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ വെറുതെ കണ്ണടച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? കുറച്ച് നേരം നിങ്ങളെ അലട്ടുന്ന പല ചിന്തകളും നിങ്ങളിൽ കടന്നു പോകും. അതിനുശേഷം നിങ്ങൾ നേരെ ഉറക്കത്തിലേക്ക് കടന്നു പോകും, അല്ലേ? എന്നാൽ നിങ്ങളൊരു ശക്തമായി ഒരു സമാധിയിലിരിക്കുന്ന ഒരാഴത്തിലിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെന്താണെന്നും നിങ്ങളുടെ ബോധ്യവും നിങ്ങളുടെ പേരും ഒക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മ കാണും. അവിടെ ഒരു മന്ത്രമില്ല, അവിടെ ഒരു തന്ത്രമില്ല, ഒന്നും ഉപയോഗിക്കാതെ തന്നെ ആ ഓറ, ആ സമാധി ഇരിക്കുന്ന ആ ഓറയുടെ അടുത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബോഡി കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ കമ്പനത്തെ. നിങ്ങളുടെ ബോഡി കിടന്ന് വിറച്ചുകൊണ്ടിരിക്കും. അത് കുറച്ചുകൂടും എത്തുമ്പം നിങ്ങളെന്നുള്ള ആ വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിബോധം, നമ്മൾ ഈ അഹന്ത എന്ന് പറയുന്നത്, ഞാനെന്നുള്ളൊരു ഭാവം അവിടെ ഇല്ലാതാവും. അല്പനേരമെങ്കിലും നിങ്ങൾ ആ ശിവനായിരിക്കുന്ന ശിവാനന്ദ ലഹരിയൊന്ന് അനുഭവിച്ചറിയും. അപ്പം നിങ്ങളെ ഒരു നിമിഷം നോക്കുമ്പം പലരും പല ഈവൻസും കഴിഞ്ഞിട്ട് ഗുരുജി ഞാൻ തന്നെയാണോ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഈവൻസിൻ്റെ വീഡിയോ വന്നു കഴിയുമ്പോഴാണ് അവർ പറയുന്നത്. നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ വേറൊരു അനുഭൂതിയിലേക്ക് ആ നിമിഷം കടന്നുപോയെന്നുള്ളത്. ആ ഒരു നിമിഷം നിങ്ങൾ അറിയുന്നൊരു തിരിച്ചറിവുണ്ട്. എൻ്റെ